ലാലേട്ടാ നിങ്ങൾ എന്ത് മാജിക് ആണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇനി ബാക്കിയുള്ള താരങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം തുടരുമെന്ന ചിത്രം ഉണ്ടാക്കി കൊടുത്ത ബോക്സ് ഓഫീസും ഇൻഡസ്ട്രീറ്റും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും തുടരും കാണിക്കുന്ന ചില തുടരുന്ന സംഭവങ്ങൾ അതിശയിപ്പിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും വിട പറഞ്ഞ് OTTയിൽ റിലീസ് ചെയ്ത് OTTയിലും ഗംഭീര അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തുടരും എന്നാൽ തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല എന്നതാണ് ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്നത്. തിയേറ്ററിൽ എത്ര ദിനം ഓടി എന്നതായിരുന്നു ഒരു കാലത്ത് സിനിമയുടെ ജനപ്രീതി അളക്കാനുള്ള അളവുകോൽ. എന്നാൽ വൈഡ് റിലീസ് വന്നതോടെ എത്ര കോടിയുടെ ക്ലബിൽ കയറി എന്നതായി വിജയത്തിന്റെ നില അളക്കാനുള്ള മാനദണ്ഡം. OTTയുടെ ജനകീയതയോടെ ഒരു സിനിമ സ്ട്രീമിംഗ് എത്തുന്നതോടെ അവസാനിക്കുന്ന കാലയളവ് മാത്രമേ തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രദർശനത്തിന് ഉള്ളൂ. എന്നാൽ OTTയിൽ എത്തിയതിനു ശേഷവും തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കുക ചില്ലറ നേട്ടമല്ല. മുൻകാലത്ത് ചില ഹിന്ദി ചിത്രങ്ങൾ അത്തരത്തിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ചിത്രം തുടരും അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 25 തിയേറ്ററിലെത്തിയ ചിത്രമാണ് തുടരുമെന്ന ചിത്രം. 36 ദിവസമായ മെയ് 30 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. സ്ട്രീമിംഗ് തുടങ്ങിയതിനു ശേഷവും പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ ചിത്രത്തിന് സാധിച്ചു. അതിനു മുമ്പുള്ള കളക്ഷനുമായി താരതമ്യം സാധ്യമല്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ തുടരുമെന്ന് സാധിച്ചു. മെയ് 29 അർദ്ധരാത്രിയോടെ ചിത്രം ഹോട്ട്സ്റ്റാറിൽ എത്തി. മെയ് 29 30 ലക്ഷമാണ് ചിത്രം നേടിയിരുന്നത് എങ്കിൽ OTTയിൽ എത്തിയ 30 ചിത്രം നേടിയ കളക്ഷൻ 10 ലക്ഷമാണ്. മെയ് 31 14 ലക്ഷം കൂടി ചിത്രം നേടി. ജൂൺ 1 വീണ്ടും 10 ലക്ഷം നേടി. പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽസ് കണക്ക് പ്രകാരമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് OTT എത്തിയതിനു ശേഷമുള്ള 3 ദിവസം കൊണ്ടും 34 ലക്ഷം രൂപ ചിത്രം തിയേറ്ററുകളിൽ നിന്നും കളക്ഷൻ നേടിയിട്ടുണ്ട്. മലയാള സിനിമയിൽ അപൂർവം പ്രതിഭാസമാണ് ഇത്. എത്ര വലിയ ജനപ്രീതി നേടിയ ചിത്രവും പരമാവധി 3 ആഴ്ചയിൽ തിയേറ്റർ കളക്ഷൻ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോഴാണ് ഒരു ചിത്രം OTTയിൽ ഇറങ്ങി അവിടെയും ഗംഭീര ഹിറ്റ് അടിക്കുമ്പോൾ കുറച്ച് തിയേറ്ററുകളിൽ ഇപ്പോഴും ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തുടരും കൊച്ചിയിലെ തിയേറ്റർ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ബുക്കിംഗ് ആണ് സംഭവിച്ചത്. ഫാസ്റ്റ് ഫില്ലിങ്ങും അതിനൊപ്പം തന്നെ സീറ്റ് കൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുക തന്നെ ചെയ്യും. കാരണം ഈ ചിത്രം ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് നടക്കുകയാണ്. അപ്പോഴാണ് തിയേറ്ററിലെത്തി പ്രേക്ഷകർ ഈ ചിത്രം വീണ്ടും കാണുന്നത്. എന്തായാലും മോഹൻലാൽ ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് മോഹൻലാലിന്റെ ചിത്രത്തിന് ഒരു പോസിറ്റീവ് വന്നാൽ സംഭവിക്കുക എന്ന് വീണ്ടും അടയാളപ്പെടുത്തുകയാണ് മോഹൻലാൽ. അതേസമയം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ചിത്രം ഇതിനകം 235 കോടിയോളം നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം 100 കോടിയിലേറെ ഗ്രോസ് നേടിയ ആദ്യ ചിത്രമായി മാറിയ തുടരും കേരളത്തിൽ നിന്നും 50 കോടിയിലേറെ ഷെയറും നേടിയിരുന്നു. പുലിമുരുകന് ശേഷം ഇത്രയും ജനപ്രീതി നേടുന്ന ഒരു മോഹൻലാൽ ചിത്രം ഇപ്പോഴാണ്. ഇനിയിപ്പോൾ ഉടനെ മോഹൻലാലിന്റേതായി മറ്റൊരു തിയേറ്റർ റിലീസ് കൂടി വരാൻ പോവുകയാണ്. ഒരു റിലീസ് ചിത്രം ഛോട്ടാ മുംബൈ. റിലീസുകളിൽ മോഹൻലാൽ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കുമോ എന്ന് നോക്കി കാണുകയാണ് പ്രേക്ഷകരല്ല. തുടരെ ബ്ലോക്ക് ബാസ്റ്റർ സിനിമകൾ സമ്മാനിച്ച് മുന്നേറിയിരിക്കുകയാണ് മലയാളത്തിന്റെ മോഹൻലാൽ. ഇൻഡസ്ട്രി ഹിറ്റായി അടക്കം മാറിയ എമ്പുരാൻ തുടരും സിനിമകൾക്ക് പിന്നാലെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററിൽ എത്തുകയാണ്. 2007 പുറത്തിറങ്ങിയ ഏറെ ജനശ്രദ്ധ നേടിയ ഛോട്ടാ മുംബൈയാണ് ആ സിനിമ. 4K ദൃശ്യമികവിൽ ചിത്രം റിലീസ് ചെയ്യും. ജൂൺ 6 ഛോട്ടാ മുംബൈയുടെ റിലീസ്. രാവിലെ 10 മണിക്കാണ് ആദ്യ ഷോ നടക്കുക. ഈ അവസരത്തിൽ ഇതുവരെ റിലീസ് ചെയ്യപ്പെട്ട സിനിമകളുടെ ആദ്യദിന വേൾഡ് വൈഡ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബോളിവുഡ് ബോക്സ് ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് പ്രകാരം റിലീസിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ ഖലേജയാണ്. 8.10 കോടിയാണ് 2 ദിവസം കൊണ്ട് റിലീസ് ചെയ്ത ഈ ചിത്രം നേടിയത്. മഹേഷ് ബാബു നായകനായെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ത്രിവിക്രം സിനിമാസ് ആണ്. കൂടാതെ തമിഴകത്തു നിന്നും എത്തിയ വിജയുടെ ഗില്ലി ഇതുപോലൊരു റെക്കോർഡ് കളക്ഷൻ റിലീസിൽ ഉണ്ടാക്കിയിരുന്നു. ഗില്ലി നേടിയത് 8.05 കോടിയാണ്. പിന്നീട് ഗബ്ബർ സിംഗ് 7.10 കോടി, മുരാരി 5.45 കോടി, സനം തേരി കസം 5.25 കോടി, ബിസിനസ്മാൻ 5.25 കോടി, ഖുഷി 4.15 കോടി, സിംഹാദ്രി 4 കോടി, ആര്യ 2 3.85 കോടി, ജൽസ 3.20 കോടി എന്നതൊക്കെ കണക്കുകൾ അവർ എടുത്തു പറയുകയാണ്. അതേസമയം മലയാളത്തിൽ ദേവദൂതനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റിലീസ് ചിത്രം. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം ആദ്യ റിലീസിൽ പരാജയം നേരിട്ടിരുന്നു. 5.4 കോടിയാണ് ദേവദൂതന്റെ കളക്ഷൻ. 2ാം സ്ഥാനത്ത് സ്ഫടികമാണ്. 4.82 കോടിയാണ് ഈ പടം നേടിയത്. 3ാം സ്ഥാനത്ത് മലയാളത്തിന്റെ കൾട്ട് ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴാണ്. 4.4 കോടിയാണ് സിനിമ നേടിയത്. ഇതിൽ ഏത് കളക്ഷനാകും ഛോട്ടാ മുംബൈ മറികടക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും.